വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനാസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ എന്നൊരു ഫിഷ് ഫാം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നല്ല ചൂടാണ് ഗൈസ്. ഇപ്പം സമയം വൈകിട്ട് 5 മണിയായി. വെയിൽ സഹിക്കാൻ വൈകിട്ട് നല്ല വെയിലാണ്. കാറ് വെയിലത്ത് കിടന്ന് പൊഴിക്കൊണ്ടിരിക്കുകയാണ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കസമ്പിൻ്റെ അടുത്തുള്ള ഒരു ഫിഷ് ഫാമിലാണ്. ഞങ്ങൾ ഇതിനു മുന്നേ ഒന്ന് പോവാൻ ശ്രമിച്ചതാണ് ഗൈസ്, പക്ഷെ വഴി മൊത്തത്തിൽ തെറ്റി. അതുകൊണ്ട് ഞങ്ങൾ ഈ തവണ അരുണങ്ങളുമായിട്ടാണ് പോകുന്നത്. 40 ലക്ഷം രൂപ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ മെയിൻ റോഡ് വഴിയാണ്. നമുക്ക് നടക്കാൻ പറ്റത്തില്ല. നമ്മളൊരു 10 സ്റ്റെപ്പ് നോക്കുമ്പോൾ 2 സ്റ്റെപ്പ് നോക്കുള്ളൂ. ഇതിന്റെ വൃത്തി ഇങ്ങനെയായിരുന്നു. ഇപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ റോഡ് വഴിയാണ്. അങ്ങനെ ഞങ്ങൾ ഫിഷ് ഫാമിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്കിവിടെ പുറത്ത് കാർ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് എന്തൊക്കെയാ കാണാനുള്ള ഇത് പോയി നോക്കാം ഗൈസ്. നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഒരു ടാങ്കിനകത്ത് കുറേ മീനുകൾ ഇങ്ങനെ പിടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അത് വിൽക്കാനാണെന്ന് തോന്നുന്നു. ഈ ഫിഷ് 1 കിലോയ്ക്ക് 20 റിയാലാണ് വില. എൻ്റെ പൊന്നോ ഗൈസ്, ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോഴത്തേനും. എന്ന് വെച്ചാൽ കുറേ സ്ഥലത്താണ് പല ടാങ്കുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അതിനകത്ത് കുറേ കുഞ്ഞി പൊടി മീൻ തൊട്ട് വലിയ മീൻ വരെ ഉണ്ട് ഗൈസ് ഈ ടാങ്കിനകത്ത്. അത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തോട്ട് അത് വരും അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ പല കളറിലുള്ള മീനൊക്കെ ഉണ്ട് ഗൈസ്. ഓറഞ്ച്, വെള്ള, അങ്ങനെയൊക്കെ കുറേ കളറിലുള്ളതുണ്ട്. നമ്മുടെ അനക്കം കേൾക്കുമ്പോൾ ഫുഡ് കൊടുക്കാനാണ് തോന്നിയാണ് ഓടി വരുന്നത്. ഇത് നമ്മളടുത്ത് നിന്ന് നമ്മുടെ ദേഹത്തെല്ലാം വെള്ളം തെറിപ്പിക്കും. അത് ശരിക്കും അടിപൊളിയാണ് കാണാൻ. ഇതൊന്നുമല്ല, ഇനിയും കിടക്കുവാണ് കാണാൻ. ഇവിടെ നമ്മൾ സൈഡിൽ കൂടെ സൂക്ഷിച്ച് വേണം നടക്കാൻ. വെള്ളത്തിൽ വീണാൽ പണി കിട്ടും ഗൈസ്. ആപ്പിയാണെങ്കിൽ അയാളുടെ കൈ പിടിച്ച് പെതുക്കെയാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ ചാക്ക് വെച്ചിട്ടുണ്ട്, അവർ നിറച്ച് ഫുഡൊക്കെ ആയിട്ട്. പിന്നെ ചില ടാങ്കിനകത്തൊക്കെ ചില മീൻ ചത്ത് കിടപ്പുണ്ട് ഗൈസ്. ഇട്ട് കൊടുക്കാനാ മീൻ കിടന്ന് ഞൊരയ്ക്കുന്ന കണ്ടു ഗൈസ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത്. ഇത് മറ്റൊരു സ്ഥലത്തുള്ള ടാങ്കുകളാണ്. ഇതിലും കുറേ മീനുകളാണ് ഗൈസ്. ഈ ടാങ്കുകളിൽ കൂടുതലായിട്ടും കുഞ്ഞു മീനാണുള്ളത്. ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ടോയെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടോ ഗൈസ്, കുഞ്ഞു മീനുകൾ. ഇവിടുന്ന് വലുതാവുന്നതിനെ എടുത്താന്ന് തോന്നുന്നു അപ്പുറത്തെ ടാങ്കിലോട്ട് ഇടുന്നത്. എല്ലാം ഫുഡ് തിന്നാനായിട്ട് ഓടി വരുവാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അതല്ലേ മറ്റേതിടാൻ പറഞ്ഞേ.
ടാങ്കിൻ്റെ അടുത്ത് ഒരു ചാക്ക് നിറച്ച് ഫുഡ് വെച്ചിട്ടുണ്ട്. പൊടി കുഞ്ഞു മീനിന് അതിൻ്റെ പൊടി പോലത്തെ ഇതാണ്. അതിന് ഇത്തിരി വലുതിന് ചെറിയ ചെറിയ മുത്തു പോലത്തെയാണ്. പിന്നെ അതിനകത്തിരി വലുത് പിന്നെ നല്ല വലിയ ഇത്തിരി ഫുഡാണ് കൊടുക്കുന്നത്. അതിന് പക്ഷെ പൊടി സാധനമാണെന്ന് തോന്നുന്നു കൊടുക്കുന്നില്ലേ? ഇത് കണ്ടോ ഗൈസ്, പൊടിക്കുഞ്ഞുങ്ങളാണിത്. മതി അത് മതി മതി അത് മതി. കുഞ്ഞു മീനൊന്ന് പിടിച്ചു കാണിക്കാൻ പറഞ്ഞിട്ട് വാപ്പി കേട്ടില്ല. എന്നിട്ട് പോയി വലിയ മീനിനെ പിടിച്ചേ വാപ്പിക്ക് ഒരു കടി കിട്ടി ഗൈസ്. തീറ്റിട്ട് വെള്ളം തെറപ്പിക്കുന്നു. തീറ്റിട്ട് കൊടുത്തേനാ ആ പൊടി ഇട്ട് വിട്, അല്ലാതെ എടുത്തോണ്ട് പോവാ. ഈ ഒരു ഷെഡ് ഫുള്ള് ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ്. അതിൻ്റെ നടുക്കൊരു ചെറിയ ഫൗണ്ടേഷൻ സംഭവം. വെള്ളം എപ്പോഴും അനക്കി കൊടുത്തോണ്ടിരിക്കുന്നതാണ് തോന്നുന്നു. കുഞ്ഞു ആവകളായത്. ചെറുതാ. ഇവിടെ കുറേ മീനുകളുണ്ട് കാണാൻ. ഇവിടെ നമ്മളെ നാട്ടിലുള്ള കുറേ സൈസ് മീനുകളാണ്. 6 സ്ഥലത്തുണ്ട്. ഇതിനകത്ത് കുറെ കളർ മീനാണ് ഗൈസ്. കുറച്ച് വെള്ളം കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിലെ കൂടെ ഇറങ്ങാൻ പറ്റും. ഇതിൽ നിറച്ച് കളർ മീനാണ്. ഇതിനകത്തെല്ലാം ചെറിയതാണ് കിടക്കുന്നത്. ഇപ്പൊ ഫുഡ് കൊടുത്തോണ്ടാണ് എല്ലാം ഓടി വരുന്നത്. ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് നമ്മൾ മീനുകളെ കാണാൻ പറ്റും. നല്ല കുറേ മീനുകളൊക്കെ ഉണ്ട്. ഒരു മീൻ ചത്ത് കിടക്കുന്നു. മറിഞ്ഞു വീണല്ല അയാൾ. അവിടെ തെല്ലിടുക. നല്ല ഓടി വരുന്നു. മതിയോ എന്നാ മതിയോ? കാറ്റവരെ പോയിട്ട് നോക്കി ഒരു മീൻ ചത്ത് കിടക്കുന്നു. എന്താ പോണ്ട ചത്ത് കിടക്കുന്നു.
വേണ്ട വേണ്ട. അങ്ങനെ കാഴ്ച നിർത്തി ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കല്ലേ. ബൈ.